Draw the three views for of a hexagonal nut for size M20. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം എം സ്റ്റാൻഡ്സ് ഫോർ മെട്രിക് ആൻഡ് 20 ഈസ് ഇറ്റ്സ് നോമിനൽ ഡയമീറ്റർ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് നട്ട് വരയ്ക്കാം. നട്ട് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ എളുപ്പമാണ്. ആദ്യം ചെയ്യേണ്ടത് നമുക്ക് അതിൻ്റെ വ്യൂസ്. അപ്പോൾ എലിവേഷൻ ഇവിടെ വരിക, ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഞാൻ ഇവിടെ വരച്ച് തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, നമുക്ക് മിനി ഡ്രാഫ്റ്റ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കുക, സ്കെയിലാണെങ്കിൽ അങ്ങനെ. അപ്പോൾ അതിൻ്റെ ആദ്യം ഒരു സെൻറ്റർ ലൈൻ വരയ്ക്കുക. ആദ്യം അതിൻ്റെ ഒരു സെൻറ്റർ ലൈൻ വരച്ചിടുക. അപ്പോൾ സെൻറ്റർ ലൈൻ വരയ്ക്കുന്നത് അറിയാം. ഇത് ഈ രീതിയിൽ വരയ്ക്കുക. മുകളിലും താഴോട്ട് ലോങ് ഡാഷ്, ഇതുണ്ട് ഷോർട്ട് ഡാഷ്, ലോങ് ഡാഷ്, ഷോർട്ട് ഡാഷ്, ലോങ് ഡാഷ്, ഷോർട്ട് ഡാഷ്, ലോങ് ഡാഷ്. ഞാനത് കുറച്ചങ്ങ് വരച്ചെന്നുള്ളതേ ഉള്ളൂ, ഇത്രയൊന്നും ആവശ്യം വരില്ല. എന്നിട്ട് ഇവിടെ അതിൻ്റെ ഹൊറിസോണ്ടൽ. അപ്പോൾ ഇത് തമ്മിൽ വരയ്ക്കുമ്പോൾ ആലോചിച്ചോണം, ഇത് തമ്മിൽ 90 ഡിഗ്രി ആയിരിക്കണം. നമ്മൾ മിനി ഡ്രാഫ്റ്റിൽ വരയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. ഇല്ലെങ്കിൽ കറക്റ്റ് 90 ഡിഗ്രി തന്നെ വരത്തക്ക രീതിയിൽ വരയ്ക്കുക. അപ്പോൾ ഞാനിവിടെ 90 ഡിഗ്രി. ഞാൻ വരയ്ക്കുന്നത് ഒരു അത്ര അങ്ങോട്ട്. അപ്പം നിങ്ങൾ വരയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്കത് വരയ്ക്കാനൊരു എളുപ്പമാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ ഒരു ഡോട്ട് ഇടുക. ഡോട്ട് ഇട്ടതിന് ശേഷം നമ്മളുടെ പ്രൊട്രാക്ടർ എടുക്കുക. പ്രൊട്രാക്ടർ അറിയാമല്ലോ, നമ്മൾ ആംഗിൾ മാർക്ക് ചെയ്യുന്ന പ്രൊട്രാക്ടർ. ഇതാണ് പ്രൊട്രാക്ടർ. പ്രൊട്രാക്ടറിൻ്റെ ഈ പോയിന്റ്, ഈ 0 പോയിന്റ് ഇവിടെ വെച്ചിട്ട് ഇത് ഈ ലൈൻ ഇതിൻ്റെ ബേസ് ലൈനിൽ കറക്റ്റായിട്ട് വെക്കുക. എന്നിട്ട് 90യുടെ അവിടെ ഒരു കുത്തിടുക. ഒരു കുത്തിട്ടാൽ മതി അവിടെ. അപ്പോൾ നമുക്കതിനർത്ഥം ഇതിന് 90 ഡിഗ്രി ആയിട്ടുള്ള ഒരു ലൈനാണ്. എന്നിട്ട് ആ 2 പോയിന്റുകളും കൂടെ കണക്ട് ചെയ്ത് ഒരു ലൈൻ വരയ്ക്കും. അപ്പോൾ അതും എന്താണ്, നമ്മുടെ സെൻറ്റർ ലൈൻ, തിൻ സെൻറ്റർ ലൈൻ. അപ്പോൾ ആദ്യമേ തന്നെ തിന്നായിട്ട് വരച്ചോളാം. അപ്പോൾ ശ്രദ്ധിച്ച് വരയ്ക്കുക, അത് പരമാവധി കൃത്യതയോടുകൂടി വരയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഇനി വരയ്ക്കേണ്ടത് സർക്കിളാണ്. നമ്മളതിൻ്റെ മെത്തേഡുകളും കാര്യങ്ങളും നേരത്തെ പറഞ്ഞുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. നമുക്ക് വരയ്ക്കേണ്ടത് 2D ഡയമീറ്ററിലെ ഒരു സർക്കിളാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഓക്കെ, ഇതിന് ശേഷം നമുക്കറിയാം നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആ സർക്കിളിന്റെ ഡയമെൻഷൻ ഈസ് ഈക്വൽ ടു, നമ്മുടെ ഇവിടുത്തെ ഡി ഈസ് ഈക്വൽ ടു, ഞാനിവിടെ ഇവിടെ താഴെ എഴുതാം, ഡി ഈസ് ഈക്വൽ ടു 20 ആണ്. നമ്മൾ വരയ്ക്കേണ്ട സർക്കിളിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 2D ആണ്. 2D ഈസ് ഈക്വൽ ടു 2 × 20 ഈസ് ഈക്വൽ ടു 40 mm. ഓക്കെ, അപ്പോൾ കോമ്പസ് എടുക്കുക, കോമ്പസ് 3. കോമ്പസ് ഒക്കെ നല്ലതാണെന്ന് നോക്കണം. കോമ്പസിനകത്ത് 40 ആണ് ഡയമീറ്ററിന് വരേണ്ടത്. അതായത് ഡി ആണ്, 2D ആണ്. അപ്പോൾ ഡി ആണ് നമ്മളുടെ സർക്കിൾ ഡയം. അപ്പോൾ ഡി എടുക്കുക, ഇവിടെ കുത്തുക, ഒരു തിൻ ഡ്രോ. ഇതാണ്, ഇങ്ങനെ വേണം പെൻസിൽ പിടിക്കാൻ. ഇത് ഒറ്റ സ്ട്രോക്കിൽ തന്നെ കഴിയണം. ഇപ്പോൾ ക്യാമറ ഒക്കെ ഇരിക്കുന്നുണ്ട്. ഒരു തിൻ സർക്കിൾ വരച്ചു. സർക്കിൾ കാണാം എന്ന് കരുതുക. ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ, എവിടെ കുത്തിയാലും കുഴപ്പമില്ല. ഇവിടെ കുത്തിയിട്ട് ഒരു പോയിന്റ് ഇങ്ങനെ കട്ട് ചെയ്യുക. അതേ റേഡിയസ് തന്നെ കട്ട് ചെയ്യുക. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് ചെറിയ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കോമ്പസിന്റെ ടിപ്പ് ഇതുപോലെ ഒരു ആർക്ക് കട്ട് ചെയ്തു. അത് വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യണം. അടുത്ത ഇത് തന്നെ ആയിരിക്കും, കറക്റ്റ് ഇത് തന്നെ ആയിരിക്കും. പിന്നെ ഉള്ളത് ഈ പോയിന്റാണ്, ഈ പോയിന്റ്. അതിനുശേഷം ഇപ്പം നമുക്കിവിടെ 3 പോയിന്റുകൾ കിട്ടിയിട്ടുണ്ട്, 6 പോയിന്റുകൾ കിട്ടിയിട്ടുണ്ട്. 1 2 3 4 5 6. അത് ഹെക്സഗൺ എന്നതിന്റെ 6 സൈഡ്, 6 കോർണേഴ്സ് ആണ്. എന്നിട്ട് ഇത് തമ്മിൽ ജോയിൻ ചെയ്യുക. ഇത് വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യണം. ഇല്ലെങ്കിൽ ഹെക്സഗൺ ചരിഞ്ഞും തിരിഞ്ഞും ഒക്കെ ഇരിക്കും, എല്ലാ സൈഡും ഒരുപോലെ വരില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും. അപ്പം ഇതെല്ലാം ആദ്യം വരയ്ക്കുമ്പോൾ തിന്നായിട്ട് വരച്ചാൽ മതി. ശേഷം എല്ലാം ഫിനിഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തെളിച്ച് വരയ്ക്കുക. കാരണം എന്തെങ്കിലും തെറ്റി പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എറേസ് ചെയ്ത് കറക്റ്റ് ചെയ്യാനൊക്കെ പറ്റും.
കണ്ടില്ലേ? അപ്പോൾ നമുക്ക് മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, എവിടെയെങ്കിലും ചരിഞ്ഞോ കൃത്യത അല്ലാത്തതോ ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ കാണുമ്പോൾ അറിയാതെ അത് വളരെ ശ്രദ്ധാപൂർവം അത് വരച്ചെടുക്കാം. മിനി ഡ്രാഫ്റ്ററൊക്കെ വരയ്ക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഹെക്സഗൺ ഇപ്പോൾ ഫിനിഷ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഹെക്സഗൺ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമുക്ക് രണ്ട് തരത്തിൽ വരയ്ക്കാം. ഇനി ഇവിടെ ഇതിനകത്ത് 1-2 സർക്കിൾ വരയ്ക്കണം. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആ സർക്കിള്, ഒന്നാമത്തെ സർക്കിള് ഇതിനകത്ത് ടാൻജൻഷ്യലായിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക. ഇതാ കോമ്പസ് എടുക്കുക. കോമ്പസിന്റെ ഇതാ ഇവിടെ ടച്ച് ചെയ്യിച്ച് ഒരു സർക്കിൾ, ഓരോ എഡ്ജിലും ടാൻജൻഷ്യലായിട്ട് വരുന്ന ഒരു സർക്കിൾ വരയ്ക്കുക. അത് കൃത്യമായിട്ട് വരയ്ക്കും. ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത് കുറച്ചുകൂടെ ശ്രദ്ധിച്ച് വരയ്ക്കാം. കോമ്പസിന്റെ ടിപ്പ് ശരിയായില്ലെങ്കിൽ അങ്ങനെയുള്ള സ്ലിപ്പുകൾ വരും. ഓക്കെ, ഇതാണ് നമ്മളുടെ നമ്മളുടെ ഹെക്സഗൺ. ഹെക്സഗൺ അപ്പോൾ ഫിനിഷായി. ആദ്യം ഒക്ടാഗൺ വരച്ചു. ആ സ്റ്റെപ്പ് നിങ്ങൾ നോക്കി അത് ചെയ്യുക. എന്നിട്ട് അതിനകത്ത് ടാൻജൻഷ്യലായിട്ട് ഒരു സർക്കിൾ വരച്ചു. അപ്പോൾ ഇത് കൃത്യമായിട്ട് നല്ല സർക്കിൾ വരേണ്ടതാണ്. അപ്പോൾ നമ്മുടെ കോമ്പസിന്റെയും ഒക്കെ പ്രശ്നങ്ങളുണ്ട്. അത് നിങ്ങൾ കറക്റ്റായിട്ട് നന്നായിട്ട് വരയ്ക്കുക. ഓക്കെ, അതിനുശേഷം ഇതിനകത്ത് 2 സർക്കിൾ വേണം. അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അത് 20 ഡയമീറ്റർ ആണ്. ഒരു ഔട്ടർ സർക്കിൾ, ഒരു ഇന്നർ സർക്കിളാണ്. അപ്പോൾ ഔട്ടർ സർക്കിൾ ഞാൻ പറഞ്ഞിരുന്നു, ഇത് ഇൻകംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കൂല. ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് വരയ്ക്കേണ്ടത്. ഇതേപോലെയാണ് വരയ്ക്കേണ്ടത്. അകത്തത് 0.8D എടുത്ത് ഫുള്ളും വരയ്ക്കണം. ആ പ്രൊപ്പോർഷൻസ് ഒക്കെ നിങ്ങൾ നോക്കുക. നമ്മൾ കുറേ തവണ പറഞ്ഞതായതുകൊണ്ട് ഞാനത് അതേക്കുറിച്ച് ഒരുപാട് പറയുന്നില്ല. അപ്പോൾ 10 ആണ് നമ്മുടെ ഇവിടെ റേഡിയസ്. അപ്പോൾ റിട്ടേൺ റേഡിയസ് വരുന്നത്, പെൻസിൽ നല്ലോണം ഷാർപ്പൻ ചെയ്യണം. ഇതേപോലെ പോരാ, അല്ലല്ലേ, ഇതേപോലെ എണ്ണം വരയ്ക്കുക. എന്നിട്ട് അതിനകത്ത് 0.8Dയുടെ ഒരു സർക്കിളും കൂടെ വരയ്ക്കണം. .8D എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, 0.8 × 20, അതിന്റെ ഒരു ഫുൾ സർക്കിൾ വരയ്ക്കും. അപ്പോൾ കോമ്പസ് ഒക്കെ കുറച്ച് നല്ലതായിരിക്കണം, ഇല്ലെങ്കിൽ ഇത് ടിപ്പ് ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് 2 സർക്കിൾ. ഓക്കെ, ഒന്നിത് അകത്തത് D. നിങ്ങൾ ഒരു കാരണവശാലും കൈകൊണ്ട് വരയ്ക്കരുത്. ഇവിടെ കോമ്പസ് തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ വൃത്തികേടായി പോകും. അപ്പോൾ വരയ്ക്കുന്ന മെത്തേഡ്, ഇതിന്റെ നീറ്റിനെ കുറിച്ച് ചിന്തിക്കേണ്ട, വരയ്ക്കുന്ന മെത്തേഡ് മാത്രം ശ്രദ്ധിക്കുക. ഇത് വരച്ചതിന് ശേഷം നമുക്കിനി ഇതിന്റെ എന്ത് വരയ്ക്കാം? ഇതിന്റെ ടോപ്പി വരയ്ക്കാം. ടോപ്പി വരയ്ക്കുന്നതിന് എപ്പോഴും ചെയ്യുന്നത് പോലെ നമുക്കിവിടെ ഓൾറെഡി ഒരു ലൈൻ, ഇതിന് പാരലായിട്ടൊരു ലൈൻ അവിടെ വരയ്ക്കുക. ഇതെല്ലാം മുകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ മുകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ആലോചിക്കണം, ഇതെല്ലാം വെർട്ടിക്കൽ ആയിരിക്കണം, വെർട്ടിക്കൽ ലൈൻസ് ആയിരിക്കണം. വളരെ ശ്രദ്ധിച്ച് വേണം ഇതെല്ലാം വരയ്ക്കാൻ. ഇതേപോലെ വെറും വെർട്ടിക്കൽ ലൈൻസ്, തിൻ വെർട്ടിക്കൽ ലൈൻസ് ആണ് ഞാൻ ഇവിടെ വരച്ചേക്കുന്നത്. അപ്പൊ ഇത് വരയ്ക്കുമ്പം ഞാനിത് ഇത്തിരി തെളിച്ച് വരച്ചിട്ടുണ്ട്, കാരണം നമ്മളുടെ വീഡിയോയ്ക്കകത്ത് ഇത് കിട്ടണമല്ലോ, അതിനു വേണ്ടി. അപ്പം അതിനുശേഷം ഇത് വരച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് മാർക്ക് ചെയ്യാം ഇതിന്റെ ഹൈറ്റ്, നട്ടിന്റെ ഹൈറ്റ് =D. അപ്പം ഹൈറ്റ് D എന്റെ ഹൈറ്റ് D =20 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 20 മാർക്ക് ചെയ്യും. അപ്പം നമ്മുടെ സ്കെയിൽ എടുക്കുക. സ്കെയിൽ എടുത്തതിന് ശേഷം ഇവിടെ നിന്നും 20 മാർക്ക് ചെയ്യും.
20 മാർക്ക് ചെയ്തതിന് 20, ഇത് മൊത്തം ഹൈറ്റ് 20 ആണ്. അപ്പോൾ ഇവിടെയും വേണമെങ്കിൽ ഒരു 20 മാർക്ക് ചെയ്യാം. എന്നിട്ട് രണ്ടും തമ്മിൽ ജോയിൻ ചെയ്താൽ മതി. അപ്പം അതൊക്കെ കൃത്യമായിട്ട് സൂക്ഷ്മതയോടുകൂടി ചെയ്യുക. ഞാനിപ്പോൾ ഒരല്പം റഫായിട്ടാണ് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഫിനിഷ് ആയി കഴിഞ്ഞു. ഇനി 3 ഫേസ് കിട്ടി. ഇനി നമുക്ക് ഇവിടെ ഈ ചാംഫറിങ്ങിൻ്റെ ഇതാണ് ശ്രദ്ധിച്ച് ചെയ്യേണ്ടത്. ഇവിടെ ഒരു റേഡിയസ് നമുക്ക് ഇങ്ങനെ വരയ്ക്കേണ്ടതായിട്ടുണ്ട്. ഒരു റേഡിയസ്, ആ അതിൻ്റെ റേഡിയസ് R = 1.5 D ആണ്. = 1.5, ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. × 20 = 30. അപ്പോൾ 30 mm റേഡിയസ് കോമ്പസിൽ എടുക്കുക. അല്ലെങ്കിൽ മുകളിലും താഴോട്ട് ഒരു 30 mm ഇവിടെ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതാണല്ലോ 3, 1, 2, 3, ഇവിടെ ഒരു പോയിന്റ് വരും. അപ്പോൾ ആ റേഡിയസ് കൃത്യമായി ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യും. ഇതാണ് ആ പോയിന്റ്. നമുക്ക് വരയ്ക്കേണ്ട ആർക്കിന്റെ റേഡിയസ്. കോമ്പസ് എടുക്കുക, 30 എടുക്കണം. അല്ലെങ്കിൽ ഇവിടുന്ന് നേരെ ഈ പോയിന്റ് വരെ കണ്ടില്ലേ, ഇതാ ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുക. ഓക്കെ, ഈ ആർക്ക് വരച്ചതിന് ശേഷം ഈ ആർക്ക് ഇവിടെയും കട്ട് ചെയ്യുന്നുണ്ട്. അതിൽ നിന്നും ആ 2 പോയിന്റുകൾ ഇങ്ങോട്ട് വെറുതെ വരയ്ക്കുക. അതാ ഇവിടെ ഒരു ചെറിയൊരു എക്സ്റ്റൻഷൻ ലൈൻ വരച്ചു. ഇതെല്ലാം തിൻ ലൈൻ ആയിരിക്കണം, അതും തെറ്റിപ്പോരുത്. ആദ്യം തിക്കാക്കിയിട്ട് പിന്നെ എറേസ് ചെയ്യാൻ നിൽക്കരുത്. ആദ്യമേ വരയ്ക്കുമ്പോഴേ തിന്നാക്കി വരയ്ക്കും. അപ്പോൾ ഇവിടെയും നമുക്കൊരു പോയിന്റ് കിട്ടും. ഓക്കെ, ഈ പോയിന്റ് കിട്ടിയതിന് ശേഷം നമ്മൾ കോമ്പസിൽ ഇനി അടുത്ത് വേണ്ടത് ഇവിടെ 30 ഡിഗ്രിയുടെ ഒരു ലൈനാണ് വേണ്ടത്. അതിന് കോമ്പസ് ഇവിടെ കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് മിനി ഡ്രാഫ്റ്റ് ആണെങ്കിൽ അത് തിരിച്ചാൽ മതി. അതിന് ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞുതരും. അപ്പോൾ ഈ പോയിന്റ് ഞാൻ വളരെ വിശദമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറയുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചോളൂ കേട്ടോ, സമയം എടുക്കുന്നുണ്ട് ഇത്. അപ്പോൾ ഈ പോയിന്റ് ഇവിടെ കൊണ്ടുവരിക. ഇതിന്റെ 0 പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിന്റെ 0 പോയിന്റ് അല്ല, ഇതിന്റെ സെന്റർ പോയിന്റ് ഇവിടെ കൊണ്ടുവരിക. എന്നിട്ട് ഈ വരയ്ക്ക് നേരെ വെക്കുക. എന്നിട്ട് 30 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഇതൊക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. ഓക്കെ, പരമാവധി കൃത്യത വരുത്താൻ നോക്കാം. 10, 20, 30. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു. എന്നിട്ട് ഒരു ലൈൻ, ഇതാണ് ആ ചാംഫറിങ്. ആ ലൈൻ ശരിക്കും നമുക്ക് ഇവിടം വരെ മതി. സിമിലർലി ഇവിടെ നിന്ന് ഇങ്ങോട്ടും ആ ഒരു ലൈൻ വരയ്ക്കുക. ഇത് കൃത്യമായിട്ട് കൊണ്ടുവന്ന് വെക്കുക. 10, 20, 30. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പുറത്തോട്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. അതിവിടെ വെക്കുക. ആ പോയിന്റും ഈ പോയിന്റും തമ്മിൽ കണക്ട് ചെയ്തു. അത് ശ്രദ്ധിച്ച് വരയ്ക്കുക കേട്ടോ. ഞാൻ വരയ്ക്കുന്നതിൻ്റെ അത്രയും നിങ്ങൾ. ഇനി അടുത്തത് നമുക്കിനി ഇവിടെ ഒരു ആർക്ക് വേണം. ഇവിടെ ഇങ്ങനെ ഒരു ആർക്ക് വേണം. ഇവിടെ ഇങ്ങനെ ഒരു ആർക്ക് വേണം. അപ്പോൾ ആ ആർക്കിന് വേണ്ടി ഞാൻ പറഞ്ഞു മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. നിങ്ങൾ തൽക്കാലം അത് ഇങ്ങനെ അങ്ങോട്ട് ചെറിയൊരു ആർക്കാണ്, ഇങ്ങനെ അങ്ങോട്ട് ജോയിൻ ചെയ്യാം, നോ പ്രോബ്ലം. ഇനി അതല്ലെങ്കിൽ നമുക്ക് പ്രോ സർക്കിൾ എന്നും പറഞ്ഞു ആ സാധനം എൻ്റെ കയ്യിൽ ഇല്ല. അതുകൊണ്ട് അതല്ലെങ്കിൽ ഇതുപോലെ സ്പ്ലൈൻസ് കർവുകൾ ഇങ്ങനെ കട്ടിങ് ഉള്ള സെറ്റ് സ്ക്വയർ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ വെച്ചിട്ട് ഇത് കണ്ടില്ലേ, ഇങ്ങനെ വെച്ചും നമുക്ക് ആ ആർക്ക് വരയ്ക്കാവുന്നതാണ്. പുസ്തകത്തിൽ ഒരുപാട് മെത്തേഡ് പറയുന്നുണ്ട്. അതൊക്കെ ഒരുപാട് കൺഫ്യൂഷ്യസ് ആണ്. അതുകൊണ്ടാണ് ഞാനത് ഒമിറ്റ് ചെയ്തത്. കണ്ടില്ലേ, ഇങ്ങനെ കയറും. അപ്പോൾ നമുക്ക് നട്ടിന്റെ മുകൾ ഭാഗമായി. ഇനി ഇതിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് തിക്കാക്കി വരയ്ക്കേണ്ടത്, അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് ഇവിടെ വിസിബിൾ ലൈനാണ്. ഈ 30 ഡിഗ്രിയുടെ ലൈൻ നന്നായിട്ട് കാണണം. ഈ ലൈൻ ഇവിടം വരെ വിസിബിൾ ആണ്. ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പാടില്ല, അത് തിന്നായിരിക്കണം. ശേഷം ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ടാൻജൻഷ്യൽ ലൈൻ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിത് വരച്ചതിന് ശേഷം ഇത്
ഇങ്ങനെ കൃത്യമായിട്ട് തെളിച്ച് വരയ്ക്കണം. അതുപോലെ ഈ അടിയിലത്തെ ലൈൻ എപ്പോഴും എല്ലാവരും അടിയിലത്തെ ലൈൻ വരയ്ക്കാൻ മിസ്സാവും. അതുകൊണ്ടാണ് ഞാനിതെല്ലാം പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ നട്ട് ഫിനിഷായി. ഇനി അതിൻ്റെ സൈഡ് വ്യൂ വരയ്ക്കാം. സൈഡ് വ്യൂ വളരെ എളുപ്പമാണ്. ഏതും വരയ്ക്കുന്ന പോലെ സൈഡ് വ്യൂ വരയ്ക്കാൻ നമ്മൾ അതിൽ നിന്നുള്ള പ്രൊജക്ടേഴ്സ് വരയ്ക്കുക. ഓക്കെ, പ്രൊജക്ടേഴ്സ് വരച്ചിട്ട് എവിടെ നിന്നെങ്കിലും വരച്ചു തുടങ്ങുക എന്നുള്ളതാണ്. ഇവിടെ നിന്നാണ് വരയ്ക്കുന്നതെങ്കിൽ ശേഷം നിങ്ങളിപ്പോൾ അളന്ന് നോക്കുക. ഇവിടെ നമുക്ക് എപ്പോഴും പറയാം സൈഡ് ഇതാണ് നമ്മളുടെ സൈഡ് ഫ്രണ്ട് ടോപ്പ് വ്യൂവിന്റെ വിഡ്ത്ത്. ആ വിഡ്ത്ത് തന്നെ എടുത്ത് ഇവിടെ വരയ്ക്കുക. അപ്പോൾ ആ വിഡ്ത്ത് എത്ര വരുമെന്ന് നോക്കുക. അപ്പോൾ അത് കൃത്യമായി മെഷർ ചെയ്തെടുക്കുക. അറൌണ്ട് 34 to 35 ആണ് വരയ്ക്കുന്നതനുസരിച്ച് വ്യത്യാസം വരും. ഇപ്പോൾ 35 ആണെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് 35 മാർക്ക് ചെയ്യാം. 10, 20, 30, 35 കണ്ടില്ലേ? 35 എടുത്തിട്ട് ഇത് വരയ്ക്കാം. അപ്പം നിങ്ങൾ വരയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വരയ്ക്കുക. അതേ ഓരോന്നിനും പറയാനുള്ളത് അതാണ്, സൂക്ഷ്മത പരമാവധി പാലിക്കുക. അപ്പോൾ 35ന്റെ പകുതി 17.5 ആണ്. അപ്പോൾ 10, 15, 17, 17.5 എന്നിട്ട് അത് ഇവിടെ വരും. അപ്പോൾ ഇതെല്ലാം വരയ്ക്കുമ്പോൾ വെർട്ടിക്കൽ ലൈനായിട്ട് വരയ്ക്കണം. ഇങ്ങനെ പിടിച്ച് വരച്ചാൽ ഒരിക്കലും തെറ്റില്ല. ഇതിങ്ങനെ പിടിച്ച് വരയ്ക്കുക. അപ്പോൾ ഈ ലൈന് പെർപെൻഡിക്കുലറായിട്ട് തന്നെ കിട്ടും. പരമാവധി ശ്രദ്ധിച്ച് വരയ്ക്കുക. ഓക്കെ, ഞാനല്പം റഫായിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇത് വരച്ചു. ഓക്കെ, ഇനി ചെയ്യേണ്ടത് നമുക്ക് ഇവിടെയും ഈ ചാംഫറിങ്ങിന്റെ ആർക്ക് ഇവിടെയും വരയ്ക്കണം. അപ്പോൾ അതിന് ഇതിന്റെ രണ്ടിന്റെയും കൂടെ സെന്റർ ലൈൻ എടുക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു 17.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. 17.5ന്റെ പകുതി എത്രയാണ്? 17.5. 17ന്റെ പകുതി എത്രയാണ്? 8.5. അത്ര എടുത്താൽ മതി. 8.75 ആണ് വരേണ്ടത്. 8.5 എടുക്കുക. 8.5 എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ഇവിടെ വരും. അതൊക്കെ ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ആരൊക്കെ വ്യത്യാസം വരും, സാരമില്ല. ഒരു സെൻട്രൽ ലൈൻ വരച്ചു. അതായത് ഈ പോർഷന്റെ ഒരു സെൻട്രൽ ലൈൻ. ഇനി സെൻട്രൽ ലൈൻ, ഒരു ലൈനിന്റെ സെൻട്രൽ ലൈൻ വരയ്ക്കാനുള്ള മെത്തേഡുകൾ വേറെ ഉണ്ട്. അങ്ങനെ ചെയ്യാമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ, പ്രശ്നമൊന്നുമില്ല. അത് നമുക്ക് ഇത്ര അക്യുറസിയൊക്കെ മതി, ഇത് മതിയാവും. എന്നിട്ട് എന്ത് ചെയ്യണം? എന്നിട്ട് ചെയ്യേണ്ടത് ഈ പോയിന്റ് ഉണ്ട്, ഈ ചാംഫറിങ്ങിന്റെ ഫ്രണ്ട് വ്യൂവിൽ കാണുന്ന ഈ പോയിന്റ് ഇങ്ങോട്ട് അത് തന്നെയാണ് സൈഡ് വ്യൂവിലും കാണുക. ഫ്രണ്ട് വ്യൂവിൽ കാണുന്ന അതേ പോർഷൻസ് എല്ലാം സൈഡ് വ്യൂവിലും വരും. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഉദ്ദേശം ഈ ഭാഗത്ത് വരും. ഇതൊരു സെന്റർ, അതായത് നമ്മൾ ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. ഇവിടെ നോക്കുക, കണ്ടില്ലേ? ഇതിലും കടന്നു പോകണം, ഇതിലും കൂടെ കടന്നു പോകണം. അപ്പൊ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഒരു റേഡിയസ് കണ്ടെത്തും. ചിലപ്പോൾ ഇത്തിരി അകത്ത് വരേണ്ടി വരും, ചിലപ്പോൾ ഇത്തിരി പുറത്തോട്ട് വരേണ്ടി വരും. അത് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ നോക്കുക. ഇത് ഉദ്ദേശം കറക്റ്റ് ആണെന്നാണ് തോന്നുന്നത്. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടില്ലേ? കോമ്പസിന്റെ ആട്ടം ഉണ്ട്, അതാണ് ഈ പ്രശ്നം. ഇതേപോലെ ഇപ്പറയും വരയ്ക്കുക. അപ്പൊ ഞാനിവിടെ സെന്റർ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ കാണുക. നിങ്ങളിവിടെ ഇങ്ങനെ പിടിച്ചു നോക്കുക. ഇതിലും വരണം, ഇതിലും വരണം. മൂന്നിലും സെന്റർ വരണം, ഇതിന് സെന്ററിലും ആയിരിക്കണം. ആ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പുറത്തും അതുപോലെ സെന്റർ ലൈൻ വരയ്ക്കുക. ഇപ്പുറത്തും അതുപോലെ ഇതിന്റെ രണ്ടിന്റെയും സെന്റർ ലൈൻ. ഓക്കെ, അപ്പോൾ ഉദ്ദേശം ഇവിടെയാണ് സെന്റർ വരിക. അപ്പൊ നിങ്ങളത് കറക്റ്റ് ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യണം. ഈ പോയിന്റ് തന്നെ ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതിവിടെ കിട്ടും. അതേ റേഡിയസ് വെച്ച് തന്നെ വരച്ചാൽ കൃത്യമായി വരും. ചെറിയ എററൊക്കെ നെഗ്ലിജിബിൾ ആണ്, അത് സാരമില്ല. പക്ഷെ വലിയ എററുകൾ വരാൻ പാടില്ല. ഫിനിഷായി, ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ വരയ്ക്കുമ്പോൾ ഇതിവിടെ വരെ വരയ്ക്കാവും, നേവളോട്ട് വരയ്ക്കരുത്. ഇത് ഇങ്ങേ അറ്റം വരെ. ഇത് ഫുള്ള് വരയ്ക്കണം, ഫുള്ള് ബോക്സിനകത്തായിരിക്കണം. അതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട്, അത് ശ്രദ്ധിക്കുക. അപ്പൊ ഇത് ബോക്സിനകത്തായിരിക്കണം, ബാക്കി എല്ലാം തിന്നെ. ഇവിടെ ചാംഫറിങ് ആണ്. ഇവിടെ ആക്ച്വലി
ഇവിടെ ആക്ച്വലി ഇവിടെ ലൈനുകളൊന്നുമില്ല. ശരി, പിന്നെ ഈ ഒരുപാട് എക്സ്റ്റൻഷൻസ് ഉള്ളതൊക്കെ നിങ്ങളങ്ങ് എറേസ് ചെയ്യുക. ഈ മൂലയൊക്കെ ഒന്ന് എറേസ് ചെയ്യുക. ഇതിനകമൊക്കെ ഷാർപ്പ് എറേസർ കൊണ്ട് ഇതിനകമൊക്കെ ഇവിടകമൊക്കെ അകത്ത് വരില്ല, അകത്ത് ലൈൻ വരില്ല. ഞാൻ ഈ രീതിയിലാണ് വരുന്നത്. ഇനി മറ്റ് പ്രപ്പോർഷൻസ് കാര്യങ്ങളും എല്ലാം മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പ്രപ്പോർഷൻസ് നമുക്ക് ഡയമെൻഷനിങ്ങിൽ ഇതിൻ്റെ പ്രപ്പോർഷൻസ് മാർക്ക് ചെയ്യും. സൈസ് അക്രോസ് കോർണർ is equal to 2D. ഇതെത്ര ആയിരിക്കും, നമുക്ക് പറഞ്ഞിരുന്നു. ഇതിങ്ങോട്ട് മാർക്ക് ചെയ്യാം. ഈ സൈസ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത് 1.73D ആണ്, അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. പിന്നെ ഈ ഹൈറ്റ് D ആണ്. ഈ അകത്ത സർക്കിളിന്റെ ഡയമീറ്റർ രണ്ടും മാർക്ക് ചെയ്യാം. അതൊക്കെ നമ്മുടെ പുസ്തകത്തിലുണ്ട്, അത് നോക്കിയിട്ട് നിങ്ങൾ അതുപോലെ ചെയ്യുക. D. ഇതാണ് നമ്മളുടെ പ്രൊസീജിയർ. ഓക്കെ, എല്ലാവരും ഒന്ന് വരച്ച് നോക്കുക. വരച്ചിട്ട് സംശയം ഉണ്ട് അറിയിക്കുക. പരമാവധി ഇതെല്ലാം നല്ലൊരു തെളിച്ചൊക്കെ വരയ്ക്കുക കേട്ടോ. നിങ്ങൾ ഷീറ്റ് വരയ്ക്കുമ്പോൾ ശരിയായിക്കോളും. എനിക്ക് തോന്നുന്നത് ഓൾറെഡി ക്ലിയർ ആണെന്ന് തോന്നുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ.